ഈ കോൺഫറൻസിന് ഒരു ബൈബിൾ സ്റ്റഡിയാണ് പ്രധാനമായി ഞാൻ നിർവഹിക്കുന്നത്, പിന്നീട് 2 ടോക്സ്. കഴിഞ്ഞ ദിവസം ഗ്രിഗോറിയസ് മസ്തഫനസ് എപ്പിസ്കോപ്പ തിരുമേനി നാം ജീവിക്കുന്ന ഈ ലോകത്തിൻ്റെ പല അവസ്ഥയെക്കുറിച്ച് പറഞ്ഞു. ഞാനൊരു പോസിറ്റീവ് നോട്ടിൽ തുടങ്ങാം. ദിസ് വേൾഡ് ഈസ് ക്രിയേറ്റഡ് ബൈ ഗോഡ്. ദിസ് വേൾഡ് ഗോഡ് ഹാസ് ക്രിയേറ്റഡ്, ഹി ഫൗണ്ട് ഇറ്റ് വെരി ഗുഡ്. ഏറ്റവും നല്ലതെന്ന് കണ്ട ഒരു പ്രപഞ്ചമാണ്, ആണോ? ദിസ് വേൾഡ് ഈസ് ലവ്ഡ് ബൈ ഗോഡ്. ദൈവം സ്നേഹിച്ച ലോകമാണ്. ഹി വാസ് കൈൻഡ് ഇനഫ് ടു സെൻഡ് ഹിസ് സൺ ടു ദിസ് വേൾഡ്, ആണോ? ടു റിഡീം ദിസ് വേൾഡ്. നമ്മുടെ എല്ലാം പ്രതീക്ഷ എന്താണെന്നറിയാമോ? ഈ ലോകത്തെ കർത്താവ് എന്ത് ചെയ്യും? രൂപാന്തരപ്പെടുത്തുന്നു. സോ ദാറ്റ് ഈസ് എ പോസിറ്റീവ് നോട്ട്. മറ്റൊരു നോട്ടുണ്ട്, എന്താണെന്നറിയാമോ? വളരെ ഡിസപ്പോയിൻറ്റിംഗ് ആയുള്ളൊരു നോട്ടുണ്ട്. വി ആർ ലിവിങ് ഇൻ എ വേൾഡ് where we see victims. Every day we hear the news about war. ഗാസയിൽ, യുക്രൈനിൽ യുദ്ധം തുടങ്ങിയിട്ട് എത്ര നാളുകളായി? ഞാൻ ഈ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോഴാണ് 20 വർഷത്തിലധികമാണ് വിയറ്റ്നാം വാർ നടന്നത്. അത്രയും ആയിട്ടില്ലെന്നുള്ളത്. ഈ 21-ാം നൂറ്റാണ്ടിലും മനുഷ്യൻ പഠിച്ചിട്ടില്ല യുദ്ധത്തിൻ്റെ കെടുതി എത്ര ആഴമുള്ളതാണെങ്കിലും അത് കാണാതെ പോകുന്ന ഒരു കാഴ്ചയാണ്. ജനോസൈഡ്, വയലൻസ്, ഇൻടോളറൻസ്, മീഡിയയുടെ മിസ്യൂസ് ഒക്കെ ഇന്നലെ തിരുവേണ്ടി പറഞ്ഞതിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. എ വേൾഡ് വേർ വി സീ ലോട്ട് ഓഫ് വയലൻസ്, ടെറർ, ക്രൂവൽറ്റി. മാത്രമല്ല, എ വേൾഡ് വേർ വി സീ ലിസൺ ടു ദ ക്രൈ ഓഫ് നേച്ചർ ആൻഡ് ഹ്യൂമൻ ബീയിങ്സ്. പ്രകൃതി നിലവിളിക്കുന്ന ഒരു കാലഘട്ടമാണ്. ചരാചരങ്ങൾ നിലവിളിക്കുന്ന കാലഘട്ടം. ഇന്ന് ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ വരുമ്പം നമ്മൾ മനുഷ്യന്റെ അസ്വസ്ഥതകൾ മാത്രമേ കാണാറുള്ളൂ. അങ്ങനെയല്ല. എത്രയോ ജീവജാലങ്ങളാണ് വേദനപ്പെടുന്നത്, ഇല്ലേ? മനുഷ്യന്റെ നിലവിളി വരുന്നൊരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഒരു ചോദ്യം, എന്തുകൊണ്ടാണിത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? വേദപുസ്തകം നൽകുന്ന സൂചന, there is always a possibility of movement from order to disorder. എല്ലാം സുഗമമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഏറ്റവും തിന്മ നിറഞ്ഞ താളം തെറ്റുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. അത് മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാവാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്നുമാകുന്ന തിന്മ നിറഞ്ഞ ജീവിതം നയിക്കുന്നവരായി തീരാനുള്ള സാധ്യത നമുക്കുണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ, അല്ലേ? ഏറ്റവും നല്ല ഉദാഹരണമാണ് യൂദാ ഇസ്കരിയോത്ത. കർത്താവിനോടൊപ്പം 3.5 വർഷം നടന്നിട്ടും അവസാനം കർത്താവിൽ നിന്ന് എത്രയോ കാലം അകലെയായിരിക്കും, ആണോ? ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, സമൂഹത്തിൻ്റെ ജീവിതത്തിൽ, ഒരു ദേശത്തിൻ്റെ ജീവിതത്തിൽ, ഒരു രാഷ്ട്രത്തിൻ്റെയും ലോകത്തിൻ്റെയും ഒക്കെ ജീവിതത്തിൽ താളം തെറ്റിൻ്റെ അനുഭവം ഉണ്ടാകും. അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആയിരുന്നു കോവിഡ്, ആണോ? നമ്മൾ ഒരിക്കലും അതിനു മുമ്പ് കരുതിയില്ല ഇതുപോലെ ലോകം നിശ്ചലമാകുമെന്ന്. കരുതിയോ? കെയോസിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതയുമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോഴുള്ള ചോദ്യമാണ്, ഗോഡ്സ് മിഷൻ ഇൻ എ ചലഞ്ചിങ് വേൾഡ്. ഞാനൊന്ന് പറയട്ടെ, ഈ ലോകം ദൈവത്തിൻ്റെതാണ്. 24-ാം സങ്കീർത്തനം 1-ാം വാക്യം, മലയാളമാണ് കൂടുതൽ പരിചയമാണ്. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിലെ നിവാസികളും, യു ഹാവ് ദിസ് വേൾഡ് ആൻഡ് ഓൾ ഇസ് ഇൻഹെബിറ്റൻസ് എന്ന. മനുഷ്യൻ മാത്രമല്ല, സകല ചരാചരങ്ങളും മനുഷ്യനും ആരുടേതാണ്? ദൈവത്തിൻ്റെതാണ്. ഓണർഷിപ്പ് ആരുടേതാണ്? ദൈവത്തിൻ്റെതാണ്. അങ്ങനെയെങ്കിൽ പ്രതീക്ഷയുണ്ടെന്ന്. ഈ മിഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഗോഡ്സ് മിഷൻ ഈസ് ഓൾവേസ് എ ഹോപ്പ്ഫുൾ മിഷനാണ്. ഏത് നിരാശയുടെ കാലഘട്ടത്തിലും ദൈവത്തിൻ്റെ മിഷൻ പറയുന്നത് ഈ അസ്ഥികൾ ജീവിക്കും, ആണോ? ദർ ഈസ് ഹോപ്പ്. ഈ 1945 ഓഗസ്റ്റ് 6 and 9 എന്ത് സംഭവിച്ചത്? ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബിട്ടത്. ആര് ബോംബിട്ടു? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആൻഡ് അലൈസ്, US. ഹിരോഷിമ ബോംബ് വീണപ്പോൾ 1,60,60,000 ആളുകളാണ് മരണമടഞ്ഞത്, റേഡിയേഷൻ കൊണ്ട്. നാഗസാക്കിയിൽ 60,000 പേരാണ്. ഈ ഹിരോഷിമയിലെ ഈ ബോംബ് വീണ എപ്പി സെന്ററിനടുത്ത് there was a shrine, ബുദ്ധിസ്റ്റ് shrine. ആ ബുദ്ധിസ്റ്റ് ഷ്രൈനിന് മുമ്പിൽ ഒരു മരം ഉണ്ടായിരുന്നു. മരത്തിൻ്റെ പേര് ഗിൻകോ എന്നാണ്. GINKGO. ഗിൻകോ ട്രീയോ. ഈ ട്രീ അതിന് മുമ്പിലാണ്. ഈ 1945 ഓഗസ്റ്റ് 6 ഹിരോഷിമയിൽ ബോംബ് വീണപ്പോൾ
എല്ലാ ജീവജാലങ്ങളും കൊന്ന് മരണപ്പെട്ടു, ചത്തൊടുങ്ങി. ഈ മരവും നശിച്ചു. ഈ മരത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇറ്റ് ഈസ് കോൾഡ് ആസ് ലിവിങ് ഫോസിൽ. ലിവിങ് ഫോസിൽ എന്ന് പറഞ്ഞ് ഡാർവിൻ പേരിട്ടത്. അതിൻ്റെ കാരണം 3000 വർഷം വരെ ജീവിക്കാൻ കഴിവുള്ള കെൽപ്പുള്ള ഒരു മരമാണ് ഏത് ഈ ഗിങ്കോ. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും ഗിങ്കോ ട്രീ ഇൻ ഹിരോഷിമ. എന്തെന്നറിയാമോ? ഈ ഓഗസ്റ്റ് 6-ാം തീയതി ബോംബ് വീണെങ്കിലും 1 വർഷം കഴിഞ്ഞ് നെക്സ്റ്റ് സ്പ്രിംഗ് ആയപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാമോ? മുള പൊട്ടി. എന്താണ്? ലൈഫ് ഉണ്ടായി. അപ്പോൾ അവിടെ ആളുകൾ വിളിച്ച പേരാണ് ഈ മരത്തിനെ ഗിങ്കോ ട്രീ നല്ല പേരിട്ടത് ബെയറർ ഓഫ് ഹോപ്പ്. ഒന്നുകൂടെ പറയട്ടെ, എന്താണ്? ബെയറർ ഓഫ് ഹോപ്പ്. പ്രത്യാശയുടെ വാഹകനാണ് ഗിങ്കോ ട്രീ. 6 മരങ്ങളുണ്ടെന്നാണ് ഇത് നശിക്കാതെ വീണ്ടും ഉണർന്നു വന്നത്. ഈ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം 1-ാം വാക്യം ഇത്ര മനോഹരമാണെന്നറിയാം. എന്താണെന്നറിയാമോ? ഇശായിയുടെ കൊമ്പിൽ നിന്ന് ഒരു മുള. എന്തൊരു പവർഫുൾ ഇമേജറി ആണെന്ന് പറയും. മുള എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ലൈഫിന്റെ സിമ്പലാണ് മുള. അത് പറയുന്ന മുള പുറപ്പെടും, അതിൻ്റെ വേരുകളിൽ നിന്ന് ഫലങ്ങൾ പുറപ്പെടുവിക്കുമെന്നാണ്. എന്തൊരു ശക്തമായ ഇമേജറിയാണ്. എല്ലാം തകർന്നടിഞ്ഞ് കിടക്കുമ്പോഴും ദൈവം നൽകുന്ന പ്രതീക്ഷയുടെ പ്രത്യാശയുടെ വാഹകരാകുന്നതാണ് സുവിശേഷം. ആണോ? എല്ലാ നിരാശയുടെ കാലങ്ങളിലും അന്ധകാര അനുഭവങ്ങളിലും ദൈവത്തിൻ്റെ വെളിച്ചം വഹിക്കുന്നതാണ് എന്ത്? സുവിശേഷം. ബിബ്ലിക്കൽ അഫർമേഷൻ എന്താണെന്നറിയാമോ? ബിബ്ലിക്കൽ ബൈബിളിന്റെ പ്രധാനപ്പെട്ട അഫർമേഷൻ, ഗോഡ് ലിസൺസ് ആൻഡ് റെസ്പോൺസ് ടു ദ ക്രൈ ഓഫ് പീപ്പിൾ. മനുഷ്യന്റെ ജീവജാലങ്ങളുടെ നിലവിളി കേൾക്കുന്നവനാണ് ആര്? ഒറ്റ വാക്യം. എന്നിട്ട് നമുക്ക് വേറെ ഭാഗത്തിലേക്ക് വരാം. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 23-ാം വാക്യം. ആർക്കെങ്കിലും നമുക്ക് വായിക്കാം. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 23-ാം വാക്യം. Exodus, book of Exodus chapter 2 verse 23. അവിടെ നിൽക്കട്ടെ. God heard the cry of the Hebrews because of their taskmasters. My question is, did these people cry to Yahweh? ഇവർ ദൈവത്തോട് നിലവിളിച്ചെന്ന് പറയുന്നില്ല. അവർ അവരുടെ കഷ്ടതയിലും സങ്കടങ്ങളിലും ദുഃഖങ്ങളിലും അടിമവേലയിലും അവർ ആരോട് നിലവിളിച്ചെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നിലവിളി ആര് കേട്ടു? ഏത് മനുഷ്യൻ നിലവിളിക്കട്ടെ, അത് ഏത് മതത്തിൽപ്പെട്ടവനാവട്ടെ, ഏത് വർഗത്തിൽപ്പെട്ടവനാവട്ടെ, ഏത് പ്രായത്തിൽപ്പെട്ടവനാവട്ടെ, ഏത് സമൂഹമാവട്ടെ, ആര് കേൾക്കുന്നുണ്ട്? ദൈവം കേൾക്കുന്നുണ്ട്. ആ വലിയ അഷ്വറൻസ് ആണ് പ്രത്യാശ. ഞാൻ ഡോക്ടർ സ്റ്റഡീസ് PhD ചെയ്തത് ജോബിലാണ്. ആ ജോബിൻ്റെ 39 to 41 ചാപ്റ്റേഴ്സിലാണ്. അതിനകത്ത് സുന്ദരമായ ഒരു ഇമേജുകൾ, പല ഇമേജുകൾ, പ്രത്യേകിച്ച് വന്യമൃഗങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഈ 39, 38 to 39 ലാസ്റ്റ് വരെയുള്ള ഭാഗങ്ങൾ. അവിടെ ഒരു ഇമേജറിയുണ്ട്. 38-ാം അധ്യായം 39 മുതൽ 41 വരെയുള്ള വാക്യത്തിൽ ഇയ്യോബിനോട് ദൈവം ചോദിക്കുന്നുണ്ട്, കാക്കക്കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്, അവരുടെ നിലവിളി കേട്ട് ഭക്ഷണം കൊടുക്കുന്നത് ആരാണ്? Who is responding to the cry of the young raven? മറ്റൊരു ചോദ്യമുണ്ട്, ആരാണ് സിംഹക്കുട്ടികൾക്ക്, ബാലസിംഹങ്ങളിലാണ്, യുവസിംഹങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്? ഇയ്യോബ് പറയുകയാണ്, പറയാതെ പറയുകയാണ്, ദൈവമേ നീയാണ്. ദൈവം എല്ലാ ജീവജാലങ്ങളുടെയും നിലവിളി കേൾക്കുന്ന ദൈവമാണ് അല്ലേ? അതുകൊണ്ടാണല്ലോ കർത്താവ് കുരുകലിൻ്റെയും ആകാശത്തിലെ പറവുകളുടെയും ഒക്കെ ഉപമ നമ്മളോട് പറഞ്ഞത്. നമുക്ക് ഇനി വേദഭാഗത്തിലേക്ക് വരാം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ഇപ്പോൾ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യമുണ്ട്. ഈ ടെക്സ്റ്റിനൊരു ലൈഫ്. ഞാൻ പലപ്പോഴും ഈ പല പള്ളികളിൽ പോകുമ്പോഴാണ് ഈ പാഠം വായിക്കുന്നത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നും, ചിലർ വായിക്കുമ്പോൾ ഒരു ലൈഫ് ഉണ്ടാവും ആ ടെക്സ്റ്റിന്. ഉണ്ടോ?
ചെല്ല് വായിക്കുമ്പോൾ അവർക്കും മനസ്സിലാകുന്നില്ല, കേൾക്കുന്നവർക്കും മനസ്സിലാകുന്നില്ല എന്താ വായിക്കുന്നത്. പ്രിപ്പയർ ചെയ്യണം. വായിക്കുന്നത് എന്താണെന്ന് നീ ഗ്രഹിക്കുക മതി. എങ്ങനെ വായിക്കുന്നു എന്ന് വളരെ പ്രധാനപ്പെട്ട. ഇവിടെ നമുക്ക് വേഗം ഇവിടെ ഈ വായിക്കുമ്പോൾ നമ്മൾ ടെക്സ്റ്റിന് ജീവൻ നൽകുക. ഈ യഹൂദന്മാർ പറയും, റബിമാർ പറയും, ഈ സ്ക്രോൾസിലാണ് ഈ എവിടെ ഇരിക്കുന്നത്, ഈ തോറായിരിക്കുന്നത്. അത് തോറായിക്ക് ലൈഫില്ല. വെൻ യു ത്രോ ദിസ് സ്ക്രോൾ ഫ്രം ദ Torah from the scroll, വായിക്കുമ്പോൾ all the letters of life, because പറയും എബ്രായ ഭാഷയ്ക്ക് 22 ലെറ്റേഴ്സ് ആണ്, വവൽസ് ഇല്ല. വായിക്കുമ്പോൾ വവൽ കൊടുക്കുക. അതുകൊണ്ടാണ് പറയുന്നത് ഈ അക്ഷരങ്ങൾക്ക് ജീവനില്ല, പിന്നെന്താണ്, വായിക്കുമ്പോഴാണ് ജീവൻ. അതുകൊണ്ട് ഞാൻ ഈ ടെക്സ്റ്റ് വായിക്കാൻ പറയുന്നത് വളരെ ശ്രദ്ധിച്ച് ഉറക്കെ വായിച്ചാണ്. കോമ്പറ്റീഷൻ ഒന്നാണ്. അതാണ് ഏറ്റവും ഉറക്കെ ശബ്ദമുള്ളവർ ഇത്രയും പേര് കേൾക്കണം, അല്ലെങ്കിൽ എനിക്ക് മൈക്രോഫോൺ തരും. അതുകൊണ്ട് മുഴുവൻ വായിക്കണം. നമുക്ക് ഒറ്റ സ്റ്റേറ്റ് വായിക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് അറിയാമോ, കേട്ടിരിക്കാൻ പ്രയാസം. അതുകൊണ്ട് നമ്മൾ കുറേ ഞാൻ നിർത്താൻ പറയുന്നത് നിർത്തുക, പിന്നീട് ബാക്കി തുടങ്ങി. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ് വായിക്കാം. അവിടെ നിൽക്കട്ടെ. വളരെ പരിചിതമായൊരു വേദഭാഗം, വെരി ഫെമിലിയർ ടെക്സ്റ്റ്. ഈ 1-2 അധ്യായങ്ങളിൽ നാം കാണുന്ന ഒരു ഷിഫ്റ്റാണ്. ജോസഫിനെ അറിയാത്ത ഒരു രാജാവ് ഫറവോ വരുമ്പോൾ സംഗതി മാറുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ ഓർഡർ ആയിരുന്നത് എന്തിലേക്ക് മാറി? കെയോസിലേക്ക് മാറി. കെയോസിലേക്ക് മാറിയത് മാത്രമല്ല, അവർക്ക് വളരെയധികം പീഡനങ്ങളാണ്, വലിയ ക്രൈസിസ് ആണ്. അപ്പോൾ പ്രത്യാശ നൽകുന്നത് സ്ത്രീകളാണ്. ആണോ? 5 സ്ത്രീകൾ പ്രത്യാശ നൽകുന്നുണ്ട്. ആരൊക്കെയാണെന്ന് പറയാമോ? ഫറവോയുടെ പുത്രി മിരിയാം, മോശയുടെ മാതാവ്, പിന്നാരാണ്? ഷിപ്രായി, പൂവായി. എൻ്റെ ചിന്ത എല്ലാ ദുർഘട അനുഭവങ്ങളിലും പ്രത്യാശ പകരാൻ കെൽപ്പുള്ളവരാണെന്നും സ്ത്രീകൾ. ആണോ? ചിലപ്പോഴൊക്കെ ഭവനം ക്രൈസിസിലൂടെ കടന്നു പോകുമ്പോൾ പിടിച്ചു നിർത്തുന്നത് ആരാണ്? ഈ അമ്മയാണ്. യാതൊരു സംശയവും വേണ്ട. ഒരു അമ്മയില്ലാത്ത ഭവനമല്ലെന്ന് എനിക്ക് തോന്നാറുണ്ട്. പോകട്ടെ, അതിലേക്കല്ല വിഷയം. ഇവിടെ ഈ സ്ത്രീകളാണ്. പിന്നീട് ഒരു ഷിഫ്റ്റിൽ വരുന്നതാണ് മോസസ്. ഇവിടെ മോശയുടെ വിളിയാണ്. ഈ മോശയെ വിളിക്കുന്നത്, ഇറ്റ് ഇസ് എ ഗോഡ്സ് കോൾ ഹാപ്പൻസ് ടു മോസസ് ഇൻ എ ടൈം ഓഫ് ഹോപ്പ്ലെസ്നെസ്, ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഹോപ്പ്ലെസ്നെസ്. പെട്ടെന്ന് ഞാൻ പറഞ്ഞു, ഹോറേബ്. ഒരേ പർവ്വതത്തിൻ്റെ 2 പേരുകളാണ്, ഹോറേബും സീനായി. ഈ കോണ്ടെക്സ്റ്റ് അനുസരിച്ചും ട്രഡീഷൻ അനുസരിച്ചും പേര് മാറും. ഉന്നതമായ ദർശനങ്ങൾക്കും ദൈവ വെളിപ്പാടുകൾക്കും വരുമ്പോൾ സാധാരണ വരുന്നത് എന്താണ്? സീനായി. അത്രയ്ക്ക് പ്രാധാന്യമില്ലെങ്കിലും വ്യക്തിപരമാണെന്നെങ്കിലും ഉള്ള അനുഭവങ്ങൾ വരുമ്പോൾ പലപ്പോഴും ഹോറേബാണ്. ഇവിടെ പോകട്ടെ, ഹോറേബ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഡ്രൈനെസ് എന്നാണ്, അൺഫെർട്ടൈൽ എന്നാണ്, മുരടിപ്പെന്നാണ്, ഒരു ഫലവും നൽകാൻ സാധ്യതയില്ലാത്തതാണ്. 2 മുൾപ്പടർപ്പാണ്. നമുക്കറിയാം മുൾപ്പടർപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേസ്റ്റാണ്, ആർക്കും പ്രയോജനമില്ലാത്തതാണ്. 3 തീയാണ്. എന്നും അറിയാം, ഒരു കാട്ടുപ്രദേശത്തും വനപ്രദേശങ്ങളിലും എവിടെയും തീ എന്നാണ് ഒരു ഡേഞ്ചർ. ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് എന്ത് ചെയ്യുന്നത് മോശ ദൈവം. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മോശയുടെയും ഇസ്രായേൽ ജനതയുടെയും ഒരേ കോണ്ടെക്സ്റ്റാണ്, സെറ്റിങ്ങിൽ ആണ് ഇവിടെ ഈ വിളി നടക്കുന്നത്. എന്നാൽ അവിടെ ഒരു പ്രത്യാശയുണ്ടെന്നറിയാമോ? ഈ മുൾപ്പടർപ്പ് വെന്തു പോകുന്നില്ല. എന്തൊരു സൗകര്യമാണ് നോക്കണേ. മുൾപ്പടർപ്പ് ഈ എല്ലാ നിരാശയുടെ അനുഭവങ്ങളിലും എന്തുണ്ട്? ഒരു പ്രത്യാശ. പോകട്ടെ, ഇവിടെ ഈ മോശയെ ദൈവം വിളിക്കുകയാണ്.
മോശയ്ക്ക് ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ്. എനിക്ക് നോർത്ത് അമേരിക്ക, യൂറോപ്പിലൊക്കെയുള്ള ആളുകൾക്ക് അങ്ങനെ നിങ്ങളെ അത്രയും അടുത്ത് പരിചയമില്ല. ഇന്ന് മൈഗ്രൻ്റ് കമ്മ്യൂണിറ്റീസിനെല്ലാം എടുത്തു, റെഫ്യൂജീസ് ആകും, എല്ലാവർക്കും ഒരു ക്രൈസിസ്, ഐഡൻറ്റിറ്റി, ഹൂ വി ആർ. ഡു വി ബിലോങ് ടു ഇന്ത്യ? ഡു വി ബിലോങ് ടു ദിസ് ലാൻഡ് വെയർ വി ആർ മൈഗ്രേറ്റഡ്? ഈ മോശ വലിയ ക്രൈസിസിൽ കൂടെ മോശയോട് ചോദിച്ചു കഴിഞ്ഞാൽ, മോശ നീ ആരാണെന്ന് ചോദിച്ചാൽ മോശ പറയും ഞാൻ എബ്രായനാണ്. മോശ പറയും അല്ല ഞാനൊരു വിദ്യാന്യനാണ്. മോശ പറയും അല്ല ഞാനൊരു ഇപ്പോൾ ആരാണ്, റെഫ്യൂജിയാണ്. ആണോ? ഒരു ഐഡന്റിറ്റി ക്രൈസിസിൽ കൂടെ കടന്നു പോകുമ്പോഴാണ് ദൈവം ആരെ വിളിക്കുന്നത്? മോശയെ വിളിക്കുന്നത്. മോശയെ വിളിക്കുമ്പോൾ അവൻ ആദ്യം അവനെ വിളിച്ചിട്ട് വിളിക്കുന്നത് മോശെ പേരാണ്. ആണോ? അതുവരെ ഐഡന്റിറ്റിയെ കുറിച്ച് ചോദ്യം ചോദിച്ചിരുന്നതായിരുന്നു മോശയോട് പറയുകയാണ്, യു ഹാവ് എ ഐഡന്റിറ്റി ദാറ്റ് ഈസ് ഇൻ റിലേഷൻഷിപ്പ് ടു ഗോഡ്. ആണോ? ഞാൻ ഓർക്കാറുണ്ട്, ഏത് മനുഷ്യൻ്റെയും വില നിശ്ചയിക്കേണ്ടത് ഒറ്റ ഒരു കാര്യത്തിലാണ്, അവൻ ദൈവത്തിൻ്റെ മകനാണ്, മകളാണ്. ഹി ഈസ് ഹാവിങ് ദ ഇമേജ് ഓഫ് ഗോഡ്. ആണോ? മറ്റൊന്നുമല്ല മനുഷ്യൻ്റെ വില നൽകുന്നത്. എന്താണ്? ഹി ഈസ് ദ ഇമേജ് ഓഫ് ഗോഡ്. നമ്മളൊക്കെ അതാണ് അല്ലേ? ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നാം നമസ്കരിക്കുമ്പോഴും ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുമ്പോഴും ഹഗ് ചെയ്യുമ്പോഴും ഒക്കെ പറയുകയാണ്, നീ ദൈവത്തിൻ്റെ മുഖമാണ്, ആണോ ഞാൻ കാണുന്നത്. പോകട്ടെ, ഇവിടെ ഈ ദൈവം മോശയോട് ആദ്യം പറയുന്നത് റിമൂവ് യുവർ സാൻഡൽസ്, ചെരുപ്പ് ഊരാനാണ്. ആണോ? നമുക്ക് ഈ വെസ്റ്റേൺ കൾച്ചർ നമുക്ക് അറിയത്തില്ല, ചെരുപ്പ് ഊരുക എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര അറിയില്ല. എൻ്റെ മകൾ പഠിച്ചത് ഈഫ്ലൂ ഡിവിഷൻ ഫോറിൻ ലാംഗ്വേജ് ഹൈദരാബാദ്. എന്നിട്ട് അവൾ പറഞ്ഞിട്ടുണ്ട് എന്നോട്, അവൾ പഠിക്കുന്ന കാലത്ത് ഒരു അധ്യാപകൻ ഹിന്ദു വിശ്വാസിയാണ്, ഒരു ക്ലാസ്സിൽ ഒരു വരുമ്പോഴും എല്ലായ്പ്പോഴും ചെരുപ്പിടാറില്ല. താൻ ചെയ്യുന്ന ശുശ്രൂഷയുടെ ഒരു പരിപാവനത്വം അറിഞ്ഞുകൊണ്ടാണ്. ഇവിടെ മോശയോട് ദൈവം പറയാണ് റിമൂവ് യുവർ സാൻഡൽസ്. ഈ ചെരുപ്പൂരുക എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. അവിടെ പറയുകയാണ് യു ഫീൽ ദ സോയിൽ ഗ്രൗണ്ട് അണ്ടർ യുവർ ഫീറ്റ്. നമ്മൾ പലപ്പോഴും ഫീൽ ചെയ്യാറില്ല. ആണോ? എൻ്റെ ഇന്നലെ തിരുവേനി ഇമോഷൻസിനെ കുറിച്ച് പറഞ്ഞു. ഇമോഷൻസ് നല്ലതാണ്. യു ഹാവ് ടു യൂസ് ദ ഇമോഷൻസ് ഇൻ ദ റൈറ്റ് വേ. ആണോ? ഇവിടെ പറയുകയാണ് ഫീൽ ദ സോയിൽ. ഈ പോണ്ടിച്ചേരിയിൽ ഒരു അരബിന്ദു ആശ്രമം, അവിടെ ചെല്ലുമ്പോൾ ആശ്രമത്തിന് മുമ്പിൽ ഒരു കറുകപ്പുല്ല്, ഇംഗ്ലീഷ് എനിക്കറിയാത്ത കറുകപ്പുല്ല്, ഒരു മെഡിസിനൽ വാല്യുള്ള പുല്ലാണ്, ഗ്രാസാണ്. അവിടെ ഒരു ചെറിയ ഗാർഡൻ ഉണ്ട്. അവിടെ ചെല്ലുമ്പോൾ അവർ വേണ്ടി പറഞ്ഞിട്ടുണ്ട് യു ഹാവ് ടു റിമൂവ് ദ ഷൂസ്. എന്നിട്ട് പറയുന്നത് ഫീൽ ദ ഗ്രാസ്, ഫീൽ ദ ഗ്രാസ് ആൻഡ് പ്രസൻസ് ഓഫ് ഗോഡ്. ആണോ? കാല് ചവിട്ടുമ്പോൾ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ മണ്ണിലേക്ക് കാല് ചവിട്ടുമ്പോൾ ദൈവമേ ഈ മണ്ണിൽ ചവിട്ടുവാൻ എനിക്ക് കൃപ തന്നതിന് സ്തോത്രം എന്ന് പറയാൻ കഴിയുമോ? നാം ചവിട്ടുന്ന മണ്ണൊക്കെ വിശുദ്ധമാണെന്നുള്ള വിവേകം ഉണ്ടാകുമോ? ഈ ഒറ്റ ദർശനത്തിൽ മോശ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. മരുഭൂമി യാത്രയിൽ 40 വർഷം യാത്ര ചെയ്യുമ്പോൾ താൻ ചവിട്ടിയ മണ്ണെല്ലാം വിശുദ്ധമാണെന്ന് തിരിച്ചറിയുകയാണ്. താൻ ചവിട്ടിയ മണ്ണിൽ ദൈവം വെളിപ്പെട്ട മണ്ണ് വിശുദ്ധമായി വേർതിരിക്കുകയല്ല, പിന്നെന്താണെന്ന് അറിയാമോ? താൻ പോകുന്നിടമെല്ലാം ദൈവത്തിൻ്റെ മണ്ണാണെന്ന് തിരിച്ചറിയുന്നതാണ് ഗോസ്പൽ മിഷൻ. ആണോ? മാർത്തോമാസഭയുടെ ഒരു പ്രത്യേകതയാണ്, പാരമ്പര്യമാണ്. നമുക്ക് വിശുദ്ധ സ്ഥലങ്ങളില്ല. എല്ലാ സ്ഥലങ്ങളും എന്താണ് വിശുദ്ധമാണ്. എന്നാൽ ദൈവ സാന്നിധ്യത്തിന് വേണ്ടി നമ്മൾ വിശുദ്ധ സ്ഥലങ്ങൾ വേർതിരിക്കാറുണ്ട് ഇല്ലേ? ഈ സൗമൻ ഗാലോസ് കേട്ടിട്ടുണ്ടോ? ബാക്കി എന്നാ പറയും? ഈ സൗമൻ ഗാലോസ് എന്ന വാക്കിന്റെ അർത്ഥം ഏതാ ഭാഷയാ? ഗ്രീക്ക് ഭാഷ. കുറിയലൈസോ ഗ്രീക്ക് ഭാഷ. സൗമൻ ഗാലോസ് വാക്കിന്റെ അർത്ഥം എന്താണ്? സൗമൻ ഗാലോസ്. Let us stand in reverence. മലയാളത്തിൽ പറഞ്ഞാൽ ആദരവോടെ നിൽക്കാം. ഈ സുറിയാനി പാരമ്പര്യങ്ങൾ ഈ ആരാധന നീണ്ടു പോകുമ്പോൾ ഈ ആളുകളൊക്കെ ഈ ചടഞ്ഞും പിടിച്ചൊക്കെ നിൽക്കും. അന്നേരം ഇടയ്ക്ക് ഈ ആരാധനയിൽ അസിസ്റ്റ് ചെയ്യുന്ന ആൾ ഓർമ്മിപ്പിക്കുകയാണ് സൗമൻ ഗാലോസ് എന്ന് പറയുമ്പോൾ നമ്മളെന്ത് പറയും? കുറിയലായി. സത്യം പറഞ്ഞാൽ കുറിയലായിസോ എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റഡിയായിട്ടൊന്ന് നിൽക്കേണ്ടത്. ഇതൊന്നും നമുക്കൊരു പ്രശ്നമല്ല. എങ്ങനെ ഇരുന്നാലും കുറിയലായിസോ സൗമൻ ഗാലോസ് എന്ന് പറയും. ഇന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ദൈവം ആരാധനയിൽ മാത്രമല്ല ഓർമ്മിപ്പിക്കുന്നതാണ് സൗമൻ ഗാലോസ്. നിന്റെ നടപ്പ് ശരിയാവണം. ആദരപൂർവ്വം നിൽക്കുന്ന ഇടത്തെയും മണ്ണിനെയും സഹോദരനെയും കാണാൻ കഴിയുമ്പോഴാണ് ഈ മണ്ണ് വിശുദ്ധമായി തീരുന്നത്. എക്സ്പീരിയൻസ് ഡിവൈൻ പ്രസൻസ്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ എനിക്കൊരു തിരുവേണ്ടി പറഞ്ഞെങ്കിൽ ഞാൻ നിങ്ങളുടെ മാനേജ്മെൻറ്റോടൊപ്പം വന്നത് ഇടയ്ക്ക് നിർത്താം.
ഒരു മഹത്വം, ഒരു റെവറൻസ് ഉണ്ടാകുന്നത് വളരെ പ്രധാനപ്പെട്ട. എൻ്റെ ജീവിതം നമുക്കിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത് ആദരവില്ലാത്ത ഒരു കൾച്ചറാണ്. വി ഡോണ്ട് റെസ്പെക്ട് റിയലി പീപ്പിൾ. വി ഡോണ്ട് റെസ്പെക്ട് റിയലി ദ നേച്ചർ അറൗണ്ട് us. ഈ വേദഭാഗത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ദൈവത്തിൻ്റെ ദർശനം ആവശ്യപ്പെടുന്നൊരു വിനയം, ഹ്യൂമിലിറ്റി, ഹംബിൾനെസ് വളരെ പ്രധാനപ്പെട്ട. ഈ നമ്മുടെ ആരാധന തുടങ്ങുമ്പോൾ മലയാളം പറയാം, പിതാവിനും പുത്രനും, അടുത്തത് ആലുവലിലേക്കും, അടുത്തത് പട്ടക്കാരൻ പറയുന്ന ആകാശവും ഭൂമിയും തൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന, ഞാനവിടെ നിൽക്കട്ടെ, ആകാശവും ഭൂമിയും. കാരണം ഈ ആരാധന തുടങ്ങുമ്പോൾ ഞങ്ങൾ പറയുകയാണ്, ഞങ്ങൾ നിൽക്കുന്ന ഈ സമയത്ത് ഞങ്ങൾ നിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ എന്ത് കാണുന്നു? ഈ ആകാശവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്ന നിന്റെ മഹത്വം കാണുകയാണ്. ആണോ? എൻ്റെ ഇന്ന് മിഷൻ ആരംഭിക്കേണ്ടത് അവിടെയാണ്. ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ച് ആദരവോടെ ജീവിക്കുമ്പോൾ തുടങ്ങുമ്പോഴാണ് സുവിശേഷവരെ അർത്ഥവത്തായി ചെയ്യാൻ കഴിയുന്നത്. ഓ ഇൻ ഗോഡ്സ് പ്രസൻസ്. അത്ഭുതം നഷ്ടപ്പെടുന്നൊരു കാലഘട്ടമാണ് അല്ലേ? ഇന്നിപ്പോൾ ഗ്രാൻഡ് കാനിയനിൽ കഴിയുമ്പോൾ വിസിറ്റ് ഉണ്ടോ? ഞാനിവിടെ കാനഡയിൽ കുറച്ച് ആളുകൾ ഞാൻ ഓർക്കുന്നുണ്ട്. ഈ നയാഗ്ര വെള്ളച്ചാട്ടത്തിൽ മുമ്പ് നിൽക്കുമ്പോൾ എങ്ങനെയാണ് സമയം പോകുന്ന അറിയില്ല. എന്തൊരു കാഴ്ചയാണ് അല്ലേ? ഈ ഒരു കടൽ തീരത്ത് പോയി നിൽക്കുമ്പോൾ അറിയാം എന്തൊരു കാഴ്ചയാണ്. വി സീ ദ വണ്ടർ ഓഫ് ഗോഡ്. എനിക്ക് ചില മനുഷ്യരെ കാണുമ്പോൾ തോന്നാറുണ്ട്, ഹൗ ഇസ് വണ്ടർ ഓഫ് ഗോഡ്. ഇവിടെ നിന്ന് പ്രസന്റ് ചെയ്തപ്പോൾ മദർ തെരേസയെ കുറിച്ച് കണ്ടു. മദർ തെരേസ 4 അടി 2 ഇഞ്ചോ 3 ഇഞ്ചോ പൊക്കമുള്ളൊരു സ്ത്രീയാണ്. പക്ഷെങ്കിൽ അവരെക്കുറിച്ച് പറയുന്നത് എന്തൊരു ആദരവുള്ളൊരു സ്ത്രീയാണ്. അവർക്ക് ആദരവ് മാത്രമല്ല, അവരെ ആദരപൂർവ്വം ആളുകളോട് ഇടപെട്ടാണ്. ശ്രീമാൻ ഉമ്മൻചാണ്ടി അഭിമന്യ പൗലോസ് സ്ത്രീകളുടെ അടുത്ത ആളാണ്. കുഞ്ഞുഞ്ഞെ നമുക്കറിയാം, എന്നും പള്ളിയിൽ കല്ലറയിൽ ആട് വരുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? People when they look at Sri Ummanchandi, they wonder how a man can live like this. ആണോ? ശരിയാണോ? ഇത് നമുക്കുള്ള പ്രശ്നം. അങ്ങനെ അത്ഭുതപ്പെടുത്തുന്ന ആളുകൾ ഇല്ലാതെ പോവുകയാണ്. എന്നാൽ എല്ലാ മനുഷ്യനും അതിനുള്ള സാധ്യതയുണ്ട് ഇല്ലേ? മോശ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം വഹിക്കുന്നവനായി നീ തീരണം. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം ഇത് മനസ്സിരുത്തി വായിക്കേണ്ടതാണ്. ദൈവത്തോടുള്ള ബന്ധത്തിൽ കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ എന്താണെന്നറിയാമോ? ഈ മുഖം മോശയോട് എന്ത് ചെയ്തു? നമുക്ക് ഈ ആരാധനയിൽ നമ്മുടെ ഈ അഭിമന്യ തിരുമേനിമാർ എന്ത് ചെയ്തില്ല? ആരാധനയിൽ എന്ത് ചെയ്യും? തലയിൽ എന്തിടും? ശിലമുടി എപ്പോഴൊക്കെ ഇടുന്നറിയാമോ? ശ്രദ്ധിക്കണം. ഈ വിശുദ്ധ കുർബാനയുണ്ട്. ജനങ്ങളിലേക്ക് തിരിയുമ്പോഴൊക്കെ എന്ത് ചെയ്യും? ശിലമുടി പ്രധാനപ്പെട്ട സമ്പത്തുണ്ട്. മോശയുടെ പ്രതീകമാണ്. പ്രസൻസ്, ഡിവൈൻ പ്രസൻസിന്റെ സിമ്പലാണ്. എന്നെ ചെന്ന് നമുക്കൊക്കെ എന്തുണ്ട്? ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ സാധ്യതയുള്ളവരാണ് ഇല്ല? ഏത് മനുഷ്യനും തുറന്നു വീണ് കഴിഞ്ഞാൽ അത് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. വണ്ടർ നഷ്ടം. ഞങ്ങൾ ഈ ബിഡിക്കൊക്കെ പഠിപ്പിക്കുമ്പോൾ സെമിനാറിലുള്ള പ്രശ്നം, വി ഡിസെക്ട് ദ ബൈബിൾ. ശരിയാണോ? വി അനലൈസ് ദ ബൈബിൾ, വി ക്രിട്ടിക്കലി എക്സാമിൻ ദ ബൈബിൾ. എൻ്റെ ഇത് ഈസ്റ്റേൺ ട്രഡീഷൻ അങ്ങനെയല്ല. വി അഡോർ, വി ലുക്ക് അറ്റ് വിത്ത് ദ ബൈബിൾ, ദ സ്ക്രിപ്ചർ വിത്ത് ഓ, വിത്ത് വണ്ടർ. അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. Let the text become part of your life. ആണോ? ആദരപൂർവ്വം കാണേണ്ടതാണ് തിരുവചനം. ആദരപൂർവ്വം കാണേണ്ടതാണ് മനുഷ്യ പ്രകൃതി. ദൈവമേ, നമ്മുടെ ജീവിതം 139-ാം സങ്കീർത്തനം 14-ാം വാക്യം എങ്ങനെയാണ് പറയുന്നത്? 139-ാം സങ്കീർത്തനം 14-ാം വാക്യം, ഭയങ്കരവും അതിശയകരവുമായി നീ എന്നെ. നമ്മളൊക്കെ ദൈവത്തിൻ്റെ വണ്ടറാണ്. ആണോ? പോട്ടെ, ഈ മോശ എക്വിപ്പ് ചെയ്യുമ്പോൾ നാം കാണുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, ആസ്ക് ഹിം ടു ബി സെൻസിറ്റീവ് ടു ദ ഹിസ്റ്ററി. ഈ ചരിത്രത്തോട് ക്രിയാത്മകമായി കാണാനും പ്രതികരിക്കുവാനും ആവശ്യപ്പെടുക. God introduces himself through nature. God introduces himself through history.
ഇവിടെ പറയാണ്, ഐ ആം ദ ഗോഡ് ഓഫ് എബ്രഹാം, ഐ ആം ദ ഗോഡ് ഓഫ് ഐസക്, ഐ എം ദ ഗോഡ് ഓഫ് ജേക്കബ് ആൻഡ് ഗോഡ് ഓഫ് യുവർ ഫാദർ. ചരിത്രത്തിൽ ദൈവത്തെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ യു ലുക്ക് അറ്റ് ദ ലൈഫ് ഓഫ് എബ്രഹാം, ലുക്ക് അറ്റ് ദ ലൈഫ് ഓഫ് ഐസക്, ലുക്ക് അറ്റ് ദ ലൈഫ് ഓഫ് യോസഫ് ആൻഡ് ലുക്ക് അറ്റ് ദ ലൈഫ് ഓഫ് യുവർ ഫാദർ. ആണോ? ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ആ ഭാഗത്ത് ഓർഡിനറി പീപ്പിൾ ഉണ്ട് ഇവിടെ, എക്സ്ട്രാ ഓർഡിനറി. അബ്രഹാമിനെ പോലെ ജീവിക്കാൻ നമുക്ക് പ്രയാസം, യാക്കോബിനെ പോലെ കൗശലപൂർവ്വം ജീവിക്കുവാനും എല്ലായിടത്തും അതിജീവനത്തിൻ്റെ വഴി കണ്ടെത്താനും പഠിച്ചിട്ടുള്ള ആളുകൾ കുറവാണ്. എന്നാൽ ഇസ്ഹാക്കിനെ പോലെ നിസ്സാരരായി ജീവിതത്തിൽ കടന്നുപോയ ആളുകൾ ഉണ്ടാവാം. അവരുടെയൊക്കെ ദൈവമാണ് ആര്? നമ്മുടെ ദൈവം. അവരുടെയൊക്കെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ദൈവം പ്രവർത്തിച്ചതും ഇടപെട്ടതും ദൈവം ആരെന്നും കാണാൻ കഴിയുവാണ്. രണ്ട്, ലുക്ക് അറ്റ് ദ പ്രസന്റ് ഹിസ്റ്ററി. ഇവിടെ കർത്താവ് ദൈവം പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ജനത്തിൻ്റെ കഷ്ടത കണ്ടു, കേട്ടു, അല്ലേ, അറിയുന്നു, ഇറങ്ങി വന്നിരിക്കുന്നു. 4 ക്രിയാപദങ്ങളാണ്. ഈ ഫറോവുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു പ്രശ്നം, അന്നത്തെ ഫറോ, he did not see, he did not listen, he did not respond, he did not act. ആണോ? ഇന്നത്തെ വലിയ പ്രശ്നം ഹാർഡനിങ് ഓഫ് ഹാർട്ടാണ്. ഈ നിങ്ങളെ പുറപ്പാട് പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾക്ക് സമയമില്ല, വലിയൊരു ഇഷ്യൂ ആണ് ഹാർഡനിങ്. ഫറവോ തൻ്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തിയെന്നും ചിലടത്ത് ദൈവം യഹോവ തൻ്റെ ഹൃദയത്തെ, ഫറവോയുടെ ഹൃദയത്തെ, അതിലേക്ക് ഞാൻ പോകുന്നില്ല. എന്നാൽ ഒറ്റ കാര്യം ഞാൻ പറയട്ടെ, യഹൂദ റബിമാർ നല്ല ഉദാഹരണങ്ങൾ പറയുന്നു. യഹൂദ റബിമാർ, ഒരു ടാൽമുഡ് റബിയുണ്ട്, അഖീവ, ടാൽമുഡിക് സ്റ്റേജാണ്. അദ്ദേഹം പറയുന്നുണ്ട് 2 ഉദാഹരണങ്ങൾ പെട്ടെന്ന് മനസ്സിലായിരുന്നു. അദ്ദേഹം പറയുന്നത് പാപം എന്ന് പറയുന്നത് ഒരു സ്പൈഡർ വെബ് പോലെ. സ്പൈഡർ വെബ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക? ചലഞ്ച് പോലെ. പക്ഷേ അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ ഇറ്റ് ബിക്കംസ് എ ഷിപ്പ് റോപ്പ് എന്ന് പറഞ്ഞാൽ പ്രത്യേകമാണ്. ഈ കടലിൽ കപ്പലൊക്കെ നങ്കൂരമിടാൻ പോകുന്ന കയറാണ് ഏത് ഈ ചെലന്തി വല പോലെ ഇരുന്ന സാധനമാണ്. മറ്റൊരു ഉദാഹരണം അദ്ദേഹം പറയുന്നുണ്ട്, 2 രസമായതുകൊണ്ട് മാത്രം പറയുകയാണ്. പാപം എന്ന് പറയുന്നത്, കാഷ്വൽ സിൻ എന്ന് പറയുന്നത് ഒരു ഗസ്റ്റാണ്. വീണ്ടും ആവർത്തിച്ച് കഴിയുമ്പോൾ ഇറ്റ് ബിക്കംസ് വിസിറ്റഡ് ആണ് ആദ്യം, പിന്നീട് ഗസ്റ്റ് ആണ്, പിന്നീട് ആരാണെന്ന് അറിയാമോ? മാസ്റ്റർ ഓഫ് ദ ഹൗസ് ആയിട്ട് മാറി. ഈ ഹാർഡനിങ് ഓഫ് ഹാർട്ട് ഫറോയ്ക്ക് സംഭവിച്ചതാണ്. ദൈവത്തോടൊപ്പം സഞ്ചരിക്കുക എന്ന് പറഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഹാവിങ് ദ ഹാർട്ട് ഓഫ് ഗോഡ്. മോശയുടെ മിഷൻ തുടങ്ങുന്നതിന് മുമ്പ് പറയുകയാണ്, ഫീൽ ലൈക്ക് മീ, സീ ലൈക്ക് മീ, ഡു ആൻഡ് ആക്ട് ലൈക്ക് മീ. കർത്താവ് അത് തന്നെ ചെയ്തത്. എൻ്റെ ശുശ്രൂഷ നിങ്ങൾ തുടരുക, ആണോ? ഞാൻ ജീവിച്ചതുപോലെ ഈ ലോകത്ത് ജീവിക്കുക, ഞാൻ പ്രാർത്ഥിച്ചതുപോലെ ഈ ലോകത്ത് പ്രാർത്ഥിക്കുക. അതിന് കഴിയുമ്പോഴാണ് സുവിശേഷ വേല മിഷൻ അർത്ഥവത്തായിത്തീരുന്നത്. ദൈവം ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഐ ആം ദാറ്റ് ഐ ആം. ആണോ? ഈ പഴയ നിയമത്തിൽ മനസ്സിലാക്കാൻ കഴിയാത്ത ഏറ്റവും പ്രധാനപ്പെട്ട പാസേജാണ് ഐ ആം ദാറ്റ് ഐ ആം. ദൈവത്തിൻ്റെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആകുന്നവൻ എന്താ മനസ്സിലായത്? ഞാൻ നമ്മുടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ അവർ ഫാദർ ഹു ആർട്ട് ഇൻ, അവർ ഫാദർ എന്ന് പറയുന്നത് സോ ഇൻറ്റിമേറ്റ് ആണ്. അവർ ഫാദർ അടുത്തത് വരുമ്പോഴാണ് ഹു ആർട്ട് ഇൻ